കൊച്ചിയിൽ വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ ക്രൂരമർദ്ദനം. ലഹരി ഉപയോഗം അധ്യാപകരെ അറിയിച്ചതിനാണ് മർദ്ദനം. ഒറ്റുകാർക്കിതായിരിക്കും ശിക്ഷയെന്ന താക്കീതോടെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. മറ്റ് വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ നടുറോഡിലായിരുന്നു മർദ്ദനം. ഇവരുമായി അഖിൽ പാലോട്ടുമടം ചിരിയാണ്. അഖിൽ, വിദ്യാർത്ഥികളുടെ സംഘർഷം, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട സംഘർഷം നടുറോഡിലേക്ക്, തെരുവിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം എപ്പോഴായിരുന്നു കൊച്ചിയിലെ ഈ ഒരു സംഭവം? ബന്ധപ്പെട്ടവർ ഇതിലുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? കെപി, കഴിഞ്ഞ ദിവസവും ലഹരിയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ടാണ് കോഴിക്കോട് താമരശ്ശേരിയിൽ ഒരു വിദ്യാർത്ഥിയെ നടുറോട്ടിലിട്ട് ആക്രമിച്ച് കൊലപാതകത്തിലേക്ക് പോകുന്നത്. അതേ സമാനമായ രീതിയിലാണ് ഇപ്പോൾ കൊച്ചിയിലും ഉണ്ടായിരിക്കുന്നത്. സഹപാഠികളുടെ ലഹരി ഉപയോഗത്തെപ്പറ്റി അധ്യാപകനോട് സൂചിപ്പിച്ചതിനാണ് വിദ്യാർത്ഥിയെ സഹപാഠികൾ ചേർന്ന് മർദ്ദിച്ചത്. എന്നിട്ട് അത് ചിത്രീകരിക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിന് ഒരു ഹാഷ്ടാഗ് കൊടുത്തത് ഒറ്റുകാർക്കൊക്കെ ഇതായിരിക്കും ശിക്ഷ എന്ന തരത്തിലാണ് വിദ്യാർത്ഥികൾ ആ വീഡിയോ ദൃശ്യത്തെ പ്രചരിപ്പിക്കുകയും ചെയ്തത്. നമ്മൾ ഈ അധോലോക സിനിമകളിലൊക്കെ തന്നെ കാണുന്നത് പോലെ തന്നെ ഈ സ്മഗ്ലിംഗ് ഒക്കെ നടത്തുന്ന കൊട്ടേഷൻ സംഘങ്ങൾ അവരുടെ ഒറ്റുകാരെയൊക്കെ തന്നെ കൊല്ലുന്ന തരത്തിലേക്കുള്ള അതുപോലുള്ള സാഹചര്യത്തിലേക്കാണ് സ്കൂൾ വിദ്യാർത്ഥികൾ പോകുന്നത് എന്നതാണ് ഏറ്റവും ഭയാനകമായ രീതിയിലേക്ക് മാറുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. എന്തായാലും കൊച്ചിയിലെ സംഭവം അത് കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ആ വിദ്യാർത്ഥികൾക്ക് നേരെ സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ പോലീസിലും ഒക്കെ തന്നെ പരാതി നൽകിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് നേരെ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ലഹരിയുടെ ഉപയോഗത്തിന് മേലുണ്ടാകുന്ന അക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അത് അല്പസമയത്തിനു അകം തന്നെ അത് നിയമസഭയിലടക്കം അടിയന്തര പ്രമേയമായി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യം തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കെ പി.